അങ്ങനെ ഓണമൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓണത്തിന് സദ്യയുടെ കൂട്ടത്തിലൊരു അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി. പിന്നെ ഉള്ളത് വെളുത്തുള്ളി, 2 പച്ചമുളക്, എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്, കാരണം വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലെണ്ണയാണ് കൂടുതൽ നമുക്കിപ്പോൾ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഉപയോഗിക്കാനൊക്കെ എളുപ്പമുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഇഞ്ചി നേർത്ത രീതിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഈ ഒരു നല്ലെണ്ണയിലിട്ട് ഒന്ന് നല്ല ബ്രൗൺ കളറായി എടുക്കണ്ട, കാരണം അത് ഇങ്ങനെ എടുത്താൽ മതി. നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ എടുക്കുന്നത് പോലെ വേണ്ട, കുറച്ചൊന്ന് ഒരു മയം ഉള്ള രീതിയിൽ എടുത്താൽ മതി. പിന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ നമ്മൾ ഇഞ്ചി മൂപ്പിച്ചെടുത്ത ആ ഒരു എണ്ണ തന്നെ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കടുക് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അപ്പോൾ കടുകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി അച്ചാറിന് കുറച്ച് മുളക് പൊടി മതി. പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒത്തിരി ഇട്ട് കൊടുക്കണ്ട, കാരണം മറ്റുള്ള അച്ചാർ പോലെ അല്ലല്ലോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ സിമ്മിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൽ കുറച്ചുകൂടി ഒന്ന് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുക. അതായത് ഒത്തിരി അരച്ചെടുക്കേണ്ട, വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തത് നമുക്ക് ആ ഒരു ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്നത് ശർക്കരയാണ്. ശർക്കര ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇപ്പം അതിൻ്റെ ടേസ്റ്റ് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ടേസ്റ്റ് മാറും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കായമാണ്. അപ്പം ഞാനതിൽ പിന്നെ കുറച്ചുകൂടി ഒന്ന് വിനാഗിരി ഒഴിക്കുന്നുണ്ട്, ഒത്തിരി ഒഴിക്കണ്ട, എങ്കിലും ഒരു 5-6 സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു എന്താ പറയുക, വെള്ളം നനവില്ലാത്ത ഒരു കണ്ടെയ്നറിലാക്കി വെക്കുമ്പോൾ ഒരുപാട് ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അടിപൊളിയായിട്ടുള്ളൊരു ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.